കൊണാർക്ക് ടെമ്പിളാണത്. അത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന സ്ഥലമാണ്. കുറച്ച് ഹൈജീനായിട്ടൊക്കെ ചിന്തിക്കണവർക്ക് പറ്റിയ സ്ഥലമല്ല വെള്ളം കുടിക്കാൻ. ഓക്കെ, പക്ഷെ ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ പുതിയതായിട്ട് ഞങ്ങളുടെ ട്രിപ്പിലേക്ക് കൊണ്ടുവരണം. കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പുള്ളി തോക്കായിട്ട് വന്നിട്ടുണ്ട്. റെഡി വെച്ച് വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ മാർക്കിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാർഡായിട്ട് പോയി ഇത്ര നേരം ക്യൂ നിന്നിട്ട് അവിടെ നിന്ന് മൂഞ്ചി ഇനി അപ്പുറത്തേക്ക് പോകണം. തന്നെ ഒരു കാർഡ് പേയ്മെന്റ് ആയിട്ട് വരിക. കാരണം അത് വളരെ എളുപ്പമാണ്. ഇത്രയും വലിയൊരു ക്യൂ നിന്ന് ഷിഫാൻ ഓൾറെഡി മണ്ടനായി, പിന്നെ ഇത്രയും വലിയ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് നമ്മളും കുറച്ച് മണ്ടന്മാരായി. ഇവിടെ കാർഡ് അറിഞ്ഞെങ്കിൽ ഇങ്ങനെ ചടാപ്പാഞ്ചി പരിപാടിയായി. അപ്പൊ കാർഡ് ആക്സസ് ആണ് ഏറ്റവും നല്ലത് കൊണാർക്കിൽ വന്നവർക്ക്. കൊണക്കരുത് കൊണാർക്കിൽ നമുക്ക് കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഊണും സദ്യയും ഒരു തേങ്ങയും കിട്ടൂല. അത് കണ്ടിട്ട് പോവാം. പിന്നെന്താ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപ കാർഡാണെങ്കിൽ സ്വൈപ്പിങ്ങിന് സാധനം കിട്ടും. നടക്ക് അഭിനയിക്കൊന്നു. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ കൊണാർക്ക് ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങള് ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി ക്യാഷ് പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 റുപ്പീസാണ് പെർ ഹെഡ് വരിക. അതേസമയം നിങ്ങൾ കാർഡ് പേയ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 50 റുപ്പീസ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കാർഡ് പേയ്മെന്റ് വഴി ചെയ്യാൻ നോക്കും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റാൻഡേർഡ് അതുണ്ടാവില്ല. ഞാൻ ലോക്കൽ ലാംഗ്വേജിലാണ് പറയാറ്. കുറച്ച് ക്രൗഡഡ് ആണ് ഏരിയ. സ്റ്റൈലില് വളയും സ്റ്റൈലില്. പൊട്ടിട്ടുണ്ട് നടക്കുമ്പോഴാണ്. കൊണാർക്ക് ടെമ്പിൾ മറഞ്ഞുപോയി, തിരികെ വന്നു. ഇപ്പൊ മൂഞ്ചില്ലേ മര്യാദ പറഞ്ഞ. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ സ്ഥാനത്തിലും ഓരോ നൃത്തച്ചുവടുകളാണ്. ഇതിന്റെ ബാക്കിലെ ഹിസ്റ്ററി എന്താണെന്ന് വഴിയെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് ഒരു വ്ളോഗറാണ്, നമ്മുടെ ഒരു ഫ്രണ്ടാണിത്. പുള്ളി യൂട്യൂബിൽ നിങ്ങളുടെ പേര്? ഓക്കെ, നമ്മുടെ കൂട്ടത്തിലുള്ള 2 ഷഡ്ഡിപ്പയ്യന്മാർ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തിരി വലിയ സ്റ്റെപ്പാണ്. പണ്ടത്തെ ആൾക്കാർ ഇത്രയും വലുതാണെന്നാണെന്ന് അറിയില്ല. വലിയ സ്റ്റെപ്പാണ് എന്തായാലും. ഇത് നമ്മുടെ പയ്യൻ. ഇത് സൺ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഇവിടെയാണ് സമയം കാണുന്നത്. സൂര്യൻ ഇപ്പൊ ഇതിന്റെ ബാക്കിൽ വരുമ്പോഴത്തേക്കും സമയമാവും. ഇത് 3 കുതിരകളാണ് ഈ നിക്കുന്നത്. പകുതി കുതിര പോയി, ആൾക്കാർ വിശന്നപ്പോ തിന്നണമെന്ന് തോന്നുന്നു. ഇത് കുതിരയല്ല, ഇത് നമ്മുടെ ഒപ്പം വന്ന പയ്യനാ. മാറിക്കണം, മാറ. കുതിര വണ്ടിയുടെ ഇടയിൽ വന്നിട്ട് കുതിരയുടെ ചക്രം, രഥമാണിത്. കുട്ടികളൊന്നും എന്തായാലും ഇമാജിനേഷൻ ആയിരിക്കൂല. കളിക്കുന്നുണ്ട് ഇച്ചിരി നല്ല അത്ഭുതമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കല്ലിൽ ഇതിന് മാത്രം കൊത്താൻ തന്നെ ആ കൊത്തിയ ആൾക്കാർ തന്നെ 3 പേര് മരിച്ചിട്ടുണ്ടാവും. താഴത്ത് ആനയാണ് കാണുന്നത്. ഇതൊറ്റ കല്ലാണ് പണിതാന്ന് ആലോചിക്കുമ്പോഴാണ്. മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് കുട്ടിച്ചാതൻ. ഇവിടെയാണ് ദുൽഖർ ഇരുന്ന.
പണ്ടത്തെ പൈപ്പ് ലൈനാണ് ഈ കാണുന്നത്. തല ലെഫ്റ്റിലേക്ക് പയ്യെ ചരിക്കും. ഒന്നും കൂടെ ജയിച്ചോ. രാത്രിയൊക്കെ വരുമ്പല്ല അങ്ങനത്തെ ഒരു വാക്കുകളോ കിട്ടില്ല പൈസ ഒന്നും കൂടി ചരി. കാണുമ്പോ നിങ്ങൾ വിചാരിക്കും കേരളത്തിലാണ്, പക്ഷെ സ്ഥലം വന്നത് വേറെ സ്ഥലം. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? സോൺ ടെമ്പിൾ. സർവത്ത് നിങ്ങൾ വിചാരിക്കും വേറൊരു ടേസ്റ്റ് ആണ്, പക്ഷെ കറക്റ്റ് സാധനം. എന്താണ് സർവത്ത് എങ്ങനെ ഉണ്ട്? കുടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ടേസ്റ്റ് ഉണ്ട്. മോങ്ങണ്ടില്ലേ? ബർത്ത്ഡേ അവിടെ വരെ കൊണ്ടുവന്നിട്ട് ഒളിപ്പിച്ചു. ഷിഫാന്റെ ബർത്ത്ഡേ കേക്ക് കാര്യം എനിക്ക് വീട്ടിൽ വേണ്ടത്. അടുത്ത ചെറിയ സ്ഥലം വിട്ടുണ്ട്. ഷിഫാന്റെ കേക്കൊക്കെ ആണ്. ഷിഫാന്റെ മോറ് കേക്ക് കിട്ടിയപ്പോ എന്താ ചെല്ലിപ്പനെ കേക്കാണെങ്കിൽ എനിക്ക് കൊടുക്കണില്ല ഇവര് കുറെ നേരമായി. ഹാപ്പി ബർത്ത്ഡേ ആജു. ഊതിട്ടല്ലേ പാട്ട് പറഞ്ഞു? ഊതടങ്ങി നിന്നെ അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ട് കട്ടിട്ട് ചെറിയ